ബേസിക്കലി നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്ത ക്യാൻസർ മെഡിസിനിലേക്ക് നോക്കണം. ശരിക്കും ഫസ്റ്റ് ക്യാൻസർ മെഡിസിൻ ഡെവലപ്പ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിലാണെന്ന് തോന്നുന്നു. ആ ടൈമിൽ മസ്റ്റാർഡ് ഗ്യാസ് എന്ന് പറഞ്ഞൊരു പോയിസൺ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ മനുഷ്യർക്കും മൃഗങ്ങളിലും ഈ കുതിരയിലും എല്ലാം ഇങ്ങനെ വലിയ ബുള്ളസ് ലീഷൻസ് വരും. അങ്ങനെ ആൾക്കാർ മരിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർ, സോൾജേഴ്സും നോർമൽ സാധാരണ സിവിലിയൻസും അതുപോലെ മൃഗങ്ങളും എല്ലാം മരിച്ചിട്ടുണ്ട്. എന്നിട്ട് അമേരിക്കൻസ് പോയി അത് ഇങ്ങനെയാണ് അവർ മരിച്ചതിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തി. അപ്പോൾ അതിനകത്ത് മനസ്സിലായി ബോൺ മാരോ ഡിപ്രഷനാണ്. ഫൈനലി കൊളസ്ട്രേഷനും ഒക്കെ വന്ന് ഭയങ്കര ഡിസ്കംഫോർട്ടിലൊക്കെ ആണെങ്കിലും ഇവരുടെ എല്ലാം ബോൺ മാരോ സപ്രസ്ഡ് ആയി പോയിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പം അതിൽ നിന്നാണ് ആക്ച്വലി ഈ ഐഡിയ വന്നത്. അങ്ങനെയാണ് ഈ ബ്ലഡ് ക്യാൻസറിന് അതൊരു ട്രീറ്റ്മെൻ്റ് ആക്കി എടുത്തുകൂടെ എന്നുള്ള ഒരു ചിന്ത വന്നു. കാരണം ബ്ലഡ് ക്യാൻസറിന് ഓവറായിട്ട് ഈ ബോൺ മാരോ ഓവർ ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അതിൻ്റെ കൺട്രോൾ പോവുക. ബോൺ മാരോ ഓവറായിട്ട് ബ്ലഡ് സെൽസ് കൂടുകയാണ് ചെയ്യുന്നത്. ഓവറായിട്ട് നമ്മൾ അങ്ങനെയാണ് ബ്ലഡ് ക്യാൻസർ കണ്ടുപിടിക്കുമ്പം ബ്ലഡിൻ്റെ നമ്പർ കൂടുതലായിരിക്കും, ബ്ലഡ് കൗണ്ട് കൂടുതലായിരിക്കും. പക്ഷേ ഈ ബ്ലഡ് ഒന്നും ഈ സെൽസ് ഒന്നും വർക്ക് ചെയ്യുകയില്ല. അങ്ങനെയാണ് ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ഈ കീമോതെറാപ്പി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ബ്ലഡ് ക്യാൻസറിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്ത്. പിന്നെ അതിങ്ങനെ പല രീതിയിൽ ഡെവലപ്പ് ചെയ്ത്. അപ്പം പ്രൈമറിലി പല ആദ്യകാല മെഡിസിനുകളും നമ്മൾ ബോൺ മാരോ സപ്രസ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. അത് നമ്മളുടെ ബോൺ മാരോ അതാണല്ലോ ഇപ്പോഴാണേലും നമ്മൾ ഏറ്റവും ഈ നമ്മൾ ബോണിലെ ഈ ഡിവൈഡിങ് സെൽസ് ആണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഡിവൈഡിങ് സെൽസ് ആണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ബ്ലഡ് ക്യാൻസറിന് വേണ്ടി. പിന്നെ നമുക്ക് മനസ്സിലായി ഈ ക്യാൻസറിന്റെ സ്വഭാവം എന്താ, ഈ സെല്ല് വളരെ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ഈ കാര്യങ്ങൾ തന്നെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനും കാസ്റ്റ് സെല്ലും ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പം മറ്റു സെല്ലുകളിലേക്കും ഈ സെയിം പ്രിൻസിപ്പിൾ, സെയിം മെഡിസിൻ മാത്രമാണെന്നില്ല, സെയിം പ്രിൻസിപ്പിളാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞ മെഡിസിനുകൾ ഡെവലപ്പ് ചെയ്തത്. അത് ശരിക്കും ഒരു പ്ലാന്റിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഈ ഇവിടെയൊക്കെ നമ്മൾ പറയും ശവക്കോട്ട ചെടിയിൽ നിന്നും വെള്ളയും ഒരു പിങ്ക് കളർ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്ന സാറിന് ആൾക്കാർ അങ്ങനെ ഇതില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ സെമിട്രിയിലൊക്കെ വളരുന്നൊരു ചെടിയാണ്, നല്ല ഭംഗിയുള്ള ചെടി. അത് ആ ചെടിയുടെ അതിൻ്റെ പൂവൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കാണാം ഒരു തരം പാല് പോലെ വരുന്ന. അതിനകത്തു നിന്നാണ് ആദ്യകാലത്ത് നമ്മളിപ്പോഴും വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ ആ ഗ്രൂപ്പിലൊക്കെ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഈ ഫാസ്റ്റ് ഡിവിഷനറി സെല്ലുകളെയൊക്കെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ അങ്ങനത്തെ ആ ലെവലിലുള്ള അതൊക്കെ ആന്റി മെറ്റബോളൈറ്റ് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് എന്ന് പറയും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.